എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണേ. ഇന്ന് ഞങ്ങളൊന്ന് ഈവനിങ് വാക്കിന് പോയതാട്ടോ. ഇവിടെ അടുത്തുള്ളൊരു പാർക്കിലാണ് പോയത്. അവിടെ ഒരു ലേക്കും പിന്നെ കുറേ നടക്കാനുള്ള സ്പേസും പാർക്കും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ കുറേ സ്വാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിയൊക്കെ എത്രയോ വലുതാട്ടോ ഈ പാർക്ക്. ഇവിടെ ഒരുപാട് ആൾക്കാർ നടക്കാനും ഓരോ ഗെയിം കളിക്കാനും പിന്നെ പിള്ളേരൊക്കെ വന്നിട്ട് കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ മുന്നേ കണ്ട സ്വാൻ്റെ അത്രയൊന്നും തൂവൽ ഇതിനില്ല കേട്ടോ. നമ്മുടെ കൂടെ വന്നിരിക്കണം. മുപ്പത്തിയേര് എന്നെ നോക്കാന്ന് ഞാൻ സൗണ്ട് ഇടാ തോന്നുന്നു. രണ്ടെണ്ണം ചെരിഞ്ഞു മരുന്നൊക്കെയാണ് പ്രത്യേകം. ഇടയ്ക്ക് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് തോന്നുന്നു അല്ലേ ഈജ? കണ്ടോ കണ്ടോ കരയണു. അത് എന്തോ ഡേഞ്ചർ അങ്ങനെ എന്തോ വന്നു. എല്ലാരും കൂടെ വിളിക്കണതാ തോന്നുന്നു. ഗ്ലേസിങ് അതിൻ്റെ അകത്ത് വരുന്നല്ലേ. ഈ ഡക്ക് കിടന്ന് തലകുത്തി മറിയണപ്പോൾ എനിക്ക് പേടിയായിട്ടോ മുങ്ങിപ്പോന്ന്. തൂവലൊക്കെ കമ്മിയാണ്. നമ്മളെ കണ്ടുപരിചില്ലല്ലോ. ആ ഫാദറും മോനും ആ ബ്രെഡിന്റെ പാക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോഴേക്ക് ഓടി വന്നു കേട്ടോ. ഒരുപാട് കുട്ടികളൊക്കെ ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ വലിയ ആൾക്കാർക്ക് ഷട്ടിലൊക്കെ കളിക്കാം കേട്ടോ. അങ്ങനെ ഒരുപാട് ആൾക്കാർ അവിടെ ഷട്ടിൽ കളിക്കുന്നുണ്ടായിരുന്നു. അവർ പേയ്മെന്റും ചെയ്തിട്ടുണ്ടാവും, മെമ്പർഷിപ്പ് ഒക്കെ എടുത്തിട്ടുണ്ടാവും. ഇവിടെ ഒരു ചെറുതായിട്ടൊരു ഗാർഡൻ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ചൊക്കെ ഫ്ലവേഴ്സ് അവിടെ ഉണ്ട്. ഇനി വരുമോ ഇല്ലയോ ഒന്നും അറിയില്ല. എനിക്ക് ഗാർഡനിങ് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അത്ര ബോധർ ചെയ്യാറില്ല ഫ്ലവേഴ്സിന്റെ. ആരെ വീടാ തോന്നുന്നത് കേട്ടോ. നിങ്ങൾ ആരെ വെയിറ്റ് ചെയ്ത് നിൽക്കുക അവിടെ? നമ്മൾ മൂവീസിലൊക്കെ കണ്ടിട്ടില്ലേ ഊതുമ്പോൾ ഇങ്ങനെ അതിൻ്റെ ഇങ്ങനെ ഓരോ ഇതൊക്കെ പോകുന്നത്, അതുപോലത്തെ സാധനം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനത് ചെയ്തായിരുന്നു. ചെയ്യൽ കൂടിയിട്ടാണോ എന്നറിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അതെൻ്റെ മൂക്കേക്കും വായിക്കും പോയി. എനിക്കാണെങ്കിൽ അലർജിക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു. ഞാൻ പേടിച്ചു നന്നായിട്ട്. പക്ഷെ എൻ്റെ വായുടെ ഉള്ളിൽ പോയായിരുന്നു കേട്ടോ അത്. ഇങ്ങനത്തെ 3D പിക്ചേഴ്സൊക്കെ ഞാൻ വാൾപേപ്പറായിട്ടൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് എടുത്തത്. പിള്ളേർക്കൊക്കെ നല്ല സുഖം. ഇവിടെ പിള്ളേർക്ക് കളിക്കാൻ അത്യാവശ്യം നല്ലോണം ഗെയിംസ് ഉണ്ട് കേട്ടോ. പിന്നെ ഫാമിലിക്ക് ആയിട്ട് വരുമ്പോൾ കാർ പാർക്കിങ്ങും ഉണ്ട്. കാർ പാർക്കിങ്ങിന്റെ അവിടെയാണെങ്കിൽ ക്യാമറയും ഫിക്സ്ഡ് ആണ്. എവിടെയെങ്കിലൊക്കെ വെച്ചിട്ടുണ്ടാവും. വല്ല മരത്തിന്റെ ഉള്ളിൽ എങ്ങാനും ഉണ്ടാവുമായിരിക്കും. എൻ്റെ ഹസ്ബൻഡ് അത്യാവശ്യം ചെറിയൊരു മടിയനാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ നടക്കാൻ പോകാനും എക്സസൈസിനും ഒക്കെ വേണ്ടിയിട്ട് നല്ലോണം പുഷ് ചെയ്താലേ വീട്ടിൽ നിന്ന് ഇറങ്ങി കിട്ടുള്ളൂ. അപ്പൊ അതിനെക്കുറിച്ചുള്ള ചർച്ച ചെയ്യുന്നത്. മടിയന്മാരായി കഴിഞ്ഞാൽ മെലിഞ്ഞ കാര്യമായിട്ടും കാര്യമില്ല, എക്സസൈസ് ചെയ്യണം അല്ലേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും ലൈക്കും ചെയ്യണേ.